ആധികാരിക വിജയത്തിലേക്ക് വന്നിരിക്കുകയാണ് 11,000 വോട്ടുകളുടെ. എങ്ങനെയാണ് ഈ ഒരു പ്രതിപക്ഷത്തെ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത്? പക്ഷെ ഞങ്ങളിത് നേരത്തെ പ്രതീക്ഷിച്ചു. നിയോജക മണ്ഡലത്തിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഇടതുപക്ഷത്തിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പുണ്ടായിരുന്നു. നമ്മുടെ UDFിൻ്റെ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി രാവ് പകൽ പ്രവർത്തിച്ചു, ഞാനൊഴികെ. എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ സുഖമില്ലാത്തത് കൊണ്ട് ഞാനത് റെസ്റ്റ് എടുക്കുകയായിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. കൂട്ടായ പ്രവർത്തനം നമ്മളെ വിജയത്തിലേക്ക് എത്തിച്ചു എന്നതൊരു യാഥാർത്ഥ്യം. ആരും ഒഴിഞ്ഞു നിന്നില്ല, എല്ലാവരും ഒറ്റ മനസ്സായി പ്രവർത്തിച്ചു. ഇടതുപക്ഷത്തിൻ്റെ ജനങ്ങളെ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ വിലയിരുത്തലാണ് ഈ തിരഞ്ഞെടുപ്പ്. വരാൻ പോകുന്നത് ഇനി സംസ്ഥാന തലത്തിലുള്ള തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിൻ്റെ അകത്തും ഇതേ തിരിച്ചടി ഇടതുപക്ഷത്തിന് കിട്ടും. എന്തുകൊണ്ട് കിട്ടുമെന്ന് ഇത്രയും ഉറപ്പിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ, ജനമനസ്സിൽ ഇൻക്ലൂഡിങ് CPM വർക്കേഴ്സ്, അവരുടെ മനസ്സിൽ പോലും ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വിമർശനവും ഗവൺമെൻറ്റിനെതിരെയുള്ള വെറുപ്പും വിദ്വേഷവുമാണ് ഞങ്ങളൊക്കെ അനുഭവിക്കുന്നത്. ഞങ്ങളൊക്കെ അറിയുന്ന പരിചയമുള്ള CPMൻ്റെ ആളുകൾ പറയുന്നത് പോലും എനിക്കറിയാം എന്താ പറയുന്നു എന്നുള്ളത്. സ്ത്രീകൾ ശപിക്കുകയാണ്. എന്ത് കൊള്ളയല്ലേ ഇവിടെ നടക്കുന്നത്? ഈ സർക്കാർ ചെയ്തതുപോലെ ഏതെങ്കിലും ഒരു സർക്കാർ കേരളത്തിൽ എന്തെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇതുപോലെ കൊള്ളയടിച്ച് കൊണ്ടുപോയ സർക്കാർ. ആ കൊള്ളയടിച്ച വിഹിതം എവിടെയാ? സർക്കാരിൻ്റെ ഖജനാവിലല്ല ആ പൈസ പോകുന്നത്. ആ പൈസ പോകുന്നത് മക്കളുടെയും മരുമക്കളുടെയും അക്കൗണ്ടിലേക്കാണ്. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അതിൻ്റെ 4 അടുത്ത് പോയിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ? അതുപോലെ ഇല്ലല്ലോ. ഇതൊരു ആദ്യത്തെ സംഭവമല്ലേ. നാണവുമില്ല, മാനവുമില്ല, ഉളുപ്പുമില്ലാത്ത ഒരു മുഖ്യമന്ത്രി. എന്തു പറഞ്ഞിട്ടും അദ്ദേഹത്തിന് യാതൊരു കൂസലുമില്ല. എന്നാലും അദ്ദേഹം പോവുകയാണ് ജനങ്ങളുടെ മുമ്പിലേക്ക്. അത്ഭുതമാണ് എനിക്കത്. ഞാൻ പണ്ട് കണ്ട പിണറായി വിജയനെ അല്ല എന്നെനിക്ക് തോന്നുകയാണ്. പിണറായി വിജയന് കുറേ മുമ്പ് മാനാഭിമാനമൊക്കെ ഉണ്ടായിരുന്നു, കുറേ. ഇക്കാലത്ത് മാനാഭിമാനം പോലും നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് ഞാൻ പിണറായി വിജയനെ കാണുന്നത്. തെരഞ്ഞെടുപ്പിൽ അൻവർ ഒരു ഫാക്റ്റായി മാറിയോ? കാരണം 16,000 മാറിയല്ലോ, ഉറപ്പായിട്ടും മാറി. അൻവർ 16,000 അല്ലേ, 16,000 വോട്ട് പിടിച്ചു എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി 16,000 വോട്ട് പിടിച്ചു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. അദ്ദേഹം പിടിച്ച വോട്ട് കുറച്ചും കൂടെ സാവകാശം കിട്ടിയിരുന്നുവെങ്കിൽ അതിലും കുറച്ചും കൂടെ വോട്ട് കിട്ടുമെന്നായിരുന്നു എന്നോട് ഇന്നലെ വൈകുന്നേരം അൻവർ ഫോണിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത്. KPCC പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് വന്നൊരു പ്രതികരണം എന്ന് പറയുന്നത്, വാതിൽ ഇപ്പോഴും തുറന്നു കിടക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞത് അൻവറിന് വേണ്ടിയിട്ട്. അപ്പം അതെങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് പാർട്ടി തീരുമാനിക്കും. അങ്ങനെ അദ്ദേഹം ഒരു വില്ലിംഗ്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതിന് തടസ്സമൊന്നുമില്ല. കോൺഗ്രസിലേക്ക് അൻവറിന് എന്നും വരാം. അതിനാരും തടസ്സം പറയാനുള്ള സാധ്യതയില്ല. കാരണം നമുക്ക് വേണ്ടുന്നത് ജനപിന്തുണയുള്ള നേതാക്കന്മാരാണ്. അൻവർ ജനപിന്തുണയുള്ള നേതാക്കന്മാരാണ് എന്നത് കാര്യത്തിൽ തർക്കമില്ലാത്തതാണ്. ഒരു വലിയ സർക്കാരോടും ഒരു മുഖ്യമന്ത്രിയോടും യുദ്ധം ചെയ്ത് യുദ്ധപ്രഖ്യാപനം നടത്തി പുറത്തു വന്ന് ഇന്നിപ്പോൾ അദ്ദേഹം ഒരു വലിയ വോട്ട് ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നു. അസംബ്ലി തിരഞ്ഞെടുപ്പ് മൊത്തം നടക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര വോട്ട് കിട്ടും? ഇതിപ്പോൾ ഒരു ഇതിനകത്തുള്ള വോട്ടല്ലേ. കേരളത്തിൽ വന്ന ഒരു ബൈ ഇലക്ഷൻ്റെ വോട്ടല്ലേ. ഒരു ജനറൽ ഇലക്ഷനിൽ ഇതിനേക്കാൾ എത്രയോ വോട്ട് അദ്ദേഹത്തിന് സംഘടിപ്പിക്കാൻ സാധിക്കും. അദ്ദേഹം ജനങ്ങളോട് വളരെ അടുത്തിടപഴകി പ്രവർത്തിച്ച ഒരാളാണ്. ഒരു MLA എന്ന നിലക്ക് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിലെല്ലാം അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. ആ ഇടപെട്ടലിൻ്റെ പ്രതികരണമാണ് അദ്ദേഹത്തിന് ഈ വോട്ട് നൽകിയത് എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വരാജിനെ സംബന്ധിച്ച് കഴിഞ്ഞ വട്ടവും തോറ്റു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, പിന്നെയും ഇവിടെ കൊണ്ടുവന്ന് തോൽപ്പിച്ചു എന്നുള്ളൊരു രീതിയായിരിക്കും. അദ്ദേഹത്തോട് ചെയ്ത നീതികേടാണ് ഇടതുപക്ഷം. കാരണം ഒരു തവണ മത്സരിച്ചിട്ട് ജയിച്ചു വരാത്ത ഒരാൾ പിന്നെ അദ്ദേഹത്തന്നെ അവിടെ വീണ്ടും മത്സരിച്ച് തോക്കുമെന്ന് ഇടതുപക്ഷത്തിന് എപ്പോഴും അറിയാം. ജയിക്കില്ല എന്നവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ് എന്ന് ഞങ്ങൾ അറിയും പോലെ അവർക്കും അറിയാം. ഞാനീ വിമർശിക്കുന്നു, ആ വിമർശനം അവർക്കും അറിയാം, CPMനും അറിയാം. അവർക്ക് ജയിക്കുമെന്നുള്ള വിശ്വാസമൊന്നും ആദ്യം ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അവരെ പലരുടെയും അഭിപ്രായം പത്രങ്ങളിലുള്ള അഭിപ്രായങ്ങൾ പരിശോധിച്ചാൽ അറിയാം ആരാണ് ആത്മാഭിമാനത്തോടെ ഞങ്ങൾ ജയിച്ചു വരും എന്ന് കരുത്തോടെ പറഞ്ഞ ഒരു നേതാവിനെ ചൂണ്ടിക്കാട്ടിയേ? ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇടതുപക്ഷം ഞങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്, ഞങ്ങൾ വരും.
എന്തൊരു ഉഴപ്പൻ ഭാഷയിൽ പറഞ്ഞതല്ലാതെ ഒരാത്മവിശ്വാസത്തിൽ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ അറിഞ്ഞുകൊണ്ട് സ്വരാജിനെ കൊണ്ടുപോയി വീണ്ടും മത്സരിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തെ ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിന് ഭാവിയുള്ള രാഷ്ട്രീയക്കാരനാണ്. ആ ഭാവി നശിപ്പിക്കുന്നതിന് മാത്രമേ അത് ഉതകുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു അവസാന ചോദ്യം കൂടെ, ഈ BJP-നെ സംബന്ധിച്ചിട്ട് ആദ്യത്തെ ഒരു നിലപാട് തന്നെയായിരുന്നു ശരി എന്നുള്ളൊരു തോന്നലിലേക്ക് മാറാണ്, അതായത് കാൻഡിഡേറ്റ് വേണ്ടായിരുന്നു എന്നൊരു രീതിയിലേക്ക്. കാരണം വലിയൊരു സ്വാധീനം ചെലുത്താനേ കഴിഞ്ഞിട്ടില്ല മണ്ഡലത്തിൽ. ഇല്ല, അവർക്കറിയാലോ BJP-ക്ക് അവിടെ പിന്നെ എണ്ണിയാൽ കിട്ടുന്ന വോട്ട് മാത്രമേ ഉള്ളൂ എന്ന് അവർക്കറിയാം. പക്ഷേ എന്തിനാണ് മത്സരിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം ധരിച്ചതും പറഞ്ഞതും BJP മത്സരിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പിന്നീടാണ് മത്സരിക്കാൻ പോകുന്നു എന്ന് വാർത്ത കേട്ടത്. അതെന്തുകൊണ്ട് എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പിന്നെ BJP-യുടെ ഒരു പ്രതിച്ഛായ രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടു. കേരളത്തിൽ BJP-ക്ക് യാതൊരു ജനപിന്തുണയുമില്ല എന്നതിൻ്റെ തെളിവായി ഈ തെരഞ്ഞെടുപ്പ് മാറി. താങ്ക് യു.